ഇണക്കിളിക്കൂട്ടം ഭാഗം 18. വരാൻ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ ഓടി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് കണ്ട് എല്ലാവരും കണ്ണു തുറന്ന് നോക്കി. കഴുത്തുവരെ എത്തിയ വടിവാളിൽ ഒരു പിടി. എല്ലാവരും അമ്പരപ്പോടെ നോക്കി. കയ്യിൽ ചോരൊലിപ്പിച്ച് നിൽക്കുന്നു വിനയൻ. എല്ലാവരും ഞെട്ടി. ഭദ്രൻ വാശിയോടെ വാൾ മുറക്കി. അയാളുടെ കയ്യിൽ നിന്നും ചോര ഒഴുകി. അച്ഛാ, എന്തേത് വിട്! വരൻ ഓടി വന്ന് വെടിവെച്ചു. ഭദ്ര, പൂമകലത്ത് വിനയം ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് പോലും നുള്ളിയിടാന്ന് നീ എന്നല്ല, നിന്റെ തന്ത പോലും കരുതേണ്ട. വിനയൻ കോപത്തോടെ പറഞ്ഞു. മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം. ഇവനൊരു പെണ്ണിനെ കിട്ടിയേ പറ്റൂ എന്നാണെങ്കിൽ നിൽക്കുമല്ല നിൻ്റെ അനന്തരവേള്. അവളെ മകനെ കെട്ടിച്ചു കൊടുക്ക്. അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ പെണ്ണിനെ കെട്ടാന്ന് സ്വപ്നം പോലും കാണണ്ട. ഭദ്രൻ പറഞ്ഞു. വിനയനും നകുലനും ഞെട്ടി. എന്താ നീ പറഞ്ഞത്? ആ വിശ്വാസം വരാതെ ചോദിച്ചു. പറഞ്ഞത് കേട്ടില്ലേ? മകന് ഞങ്ങളുടെ വേണിയോട് പ്രണയമാണത്ര. ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുംബങ്ങൾ തമ്മിലുള്ള പക നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർത്താൽ മതി. അല്ലാതെ വീട്ടിലുള്ള സ്ത്രീകളെ വശീകരിച്ചെടുക്കാൻ നോക്കിയാൽ അടങ്ങിയിരിക്കില്ല ഞങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ മകന് വേണ്ടി ബലിയിടേണ്ടി വരും നിനക്ക്. ആര്യ അത്രയും പറഞ്ഞ ശേഷം തിരിഞ്ഞു നടന്നു. ഒപ്പം അയാളുടെ ആളുകളും. വിനയൻ മകനെ നോക്കി. അവൻ പറഞ്ഞത് നേരാണോ? വരണമെന്ന് പറഞ്ഞ് ചോദിച്ചത് കേട്ടില്ലേ? നീ ആ പെണ്ണ് തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന്? അതെ, ഞാനും വീണയും തമ്മിൽ ഇഷ്ടത്തിലാണ്. പറഞ്ഞു തീർന്നതും വിനയൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിച്ചു. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി. വരൻ അമ്പരപ്പോടെ അച്ഛനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, മിണ്ടരുത് നീ. നടക്ക് വീട്ടിലേക്ക്. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം, വിനയൻ ദേഷ്യത്തോട് പറഞ്ഞു. വരൻ ഒന്നും പറയാനാവാതെ മുഖം കുനിച്ച് നടന്നു. എല്ലാവരും തിരിഞ്ഞു നടക്കവേ ആ റോഡിന് ഇരുവശത്തുമായി അനന്തവും അനുവും മുഖാമുഖം നോക്കി നിസ്സഹായതയോടെ നിന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. തങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന ആ ധനം വന്നെത്തിയിരിക്കുന്നു. വരുണിൻ്റെയും വീണയുടെയും വിവരം അറിഞ്ഞപ്പോൾ തന്നെ ലാള തുടങ്ങിക്കഴിഞ്ഞു. പരസ്പരം ചോരപ്പുഴയൊഴുകാനായി ഇരു സൈന്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തങ്ങളുടെ വിവരം കൂടി അറിഞ്ഞാലോ? ചിത്തരിശ്ശേരി പിന്നെ ഒരു കുരുക്ഷേത്രമായി മാറിയേക്കാം. പരസ്പരം കൊല്ലാനും വെട്ടിച്ചാവാനും നിൽക്കുന്ന ഇവരെ എങ്ങനെ അന്വയിപ്പിക്കേണ്ടത്? മറ്റൊരു ദുരന്ത പ്രണയകഥയിലെ നായകനും നായികയുമാകാനാകുമോ തങ്ങളുടെയും വിധി? നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ച് ഇരുവരും തിരിഞ്ഞു നടന്നു. പൂമംഗലം തറവാടിൻ്റെ ഓരോ മൂലയിലായി എല്ലാവരും നിന്നു. കല് തുള്ളിക്കൊണ്ട് നീലകണ്ഠൻ താഴേക്കിറങ്ങി വന്നു. മുഖക്കുനിച്ച് കയ്യും കെട്ടി നിൽക്കുന്ന വരുണിൻ്റെ മുന്നിലേക്ക് അയാൾ വന്നു. കൊച്ചുമകനെ അയാൾ സൂക്ഷിച്ചു നോക്കി. വരുൺ, എന്ത് ധൈര്യത്തിലാണ് നീ ആ തറവാട്ടിലെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്? ഞാനൊരാണാണ് എന്ന ധൈര്യത്തിൽ, നാട്ടിലുള്ള തന്തയ്ക്ക് പിറന്നവനാണ് എന്ന ധൈര്യത്തിൽ, വരുൺ പറഞ്ഞു. എല്ലാവരും ഒന്ന് പകച്ചുകൊണ്ട് പരസ്പരം നോക്കി. വരുൺ, പോതുപോലെ വളർന്നു എന്നൊന്നും ഞാൻ നോക്കില്ല. ധിക്കാരം പറഞ്ഞ് അടിച്ച് കാലൊടിക്കും ഞാൻ, വിനയൻ ദേഷ്യത്തോടെ പറഞ്ഞു. കാര്യമില്ല അച്ഛൻ, ഈ ശരീരത്തിൽ ഒരിറ്റ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വേണിയെ സ്വന്തമാക്കിയിരിക്കും. അങ്ങനെ ചെയ്താൽ പിന്നെ നിൻ്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും, നീലകണ്ഠൻ പറഞ്ഞു. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഒരു പെണ്ണിനെ സ്നേഹിച്ചത് ഇത്ര വലിയ തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഈ കുടുംബവുമായി ശത്രുത പുലർത്തുന്ന തറവാട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചത് തെറ്റ് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും നീ ആ പെണ്ണിനെ കണ്ടു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ, താക്കീതോടെ പറഞ്ഞു. നീലകണ്ഠൻ താക്കീതോടെ പറഞ്ഞു. വരുൺ എന്തോ പറയാൻ വന്നതും സുധ അവനെ തടഞ്ഞു. വരുൺ ശാന്തനായി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. എല്ലാവരും വിഷമത്തോടെ പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അത് കണ്ട് ശിഖയ്ക്ക് സങ്കടം വന്നു. ഏട്ടാ, അവളോട് ഇനി വഴക്കൊന്നും വേണ്ട, അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, സുധ പറഞ്ഞു. അയാളൊന്ന് മൂളി. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ കരഞ്ഞു തളർന്ന് ഇരിക്കുകയായിരുന്നു വേണി. പെട്ടെന്ന് ആരോ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൾ കോപത്തോടെ മുഖം തിരിച്ചു. വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വന്നു. അയാൾ അവളുടെ മുന്നിൽ വന്നു നിന്നു. വേണി! അയാളുടെ വിളി കേട്ട് അവളൊന്ന് അമ്പരന്നു. പിന്നെ മുഖമുയർത്തി നോക്കിയതും അവൾ ശരിക്കും അതിശയിച്ചു പോയി. വിശ്വസിക്കാനാവാതെ അവൾ പതിയെ എഴുന്നേറ്റു. വേണി അമ്പരപ്പോടെ അവനെ നോക്കി. ഇത് സ്വപ്നമോ അതോ സത്യമോ? ഒന്നും വിശ്വസിക്കാനാവില്ല. സ്വപ്നമല്ല വേണി, സത്യം തന്നെ. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ വരുൺ, അവൻ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളോട് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവൾ പതിയെ മുഖമുഖത്തെ നോക്കി. എല്ലാവരും കൂടി നിന്നെ ഒരുപാട് തല്ലി അല്ലേ? അവൻ ചോദിച്ചു.
അവൻ പതിയെ അവളുടെ കവലിൽ തൊട്ടു. അടിയേറ്റ പാടുകൾ അവളുടെ കവലിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. വേണി, ഒരുപാട് വേദനിച്ചു നിനക്ക്? അവൾ കണ്ണ് തുടച്ച് ചിരിച്ചു. സാരമില്ല, ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചത് തന്നെയല്ലേ. വരണേട്ടനെ അമ്മമാർ ഉപദ്രവിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, ഭദ്രനങ്ങൾ പടിവാൾ വീശിയതാ. പക്ഷേ അച്ഛൻ തടുത്തു. പാപത്തിൻ്റെ ചോരയാണ് പൊടിഞ്ഞത്. അവരെന്ത് പറഞ്ഞു? വരൻ ഒരു നിമിഷം മൗനമായി ഗൗരവത്തോടെ തിരിഞ്ഞു നിന്നു. വീട്ടിലെല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. നിന്നെ കണ്ട എന്നെ പിടിച്ച് പുറത്താക്കുന്ന ഭീഷണി. വേണി വേദനയോടെ അവനെ നോക്കി. വരണേട്ടാ, നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല വരണേട്ടാ. നീ എന്താ വേണേ അങ്ങനെ ചോദിച്ചത്? എല്ലാവരും കൊല്ലാനും ചാവാനും ഒരുക്കി നിൽക്കുക. ഈ എതിർപ്പിനൊക്കെ മറികടന്ന് എങ്ങനെയാണ് നമ്മൾ ഒന്നിക്കുന്നത്? നമ്മൾ കാരണം ഇരു തറവാട്ടിലും ഒരാളുടെ പോലും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര വീഴരുത്. ആരെയും ഒന്നിനെ തകർന്ന് നമുക്കൊന്നാവണ്ട. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വരൻ അവളുടെ ഇരു കവിളിലും പിടിച്ചു. വേണി, ഇതാദ്യമായിട്ട് അറിഞ്ഞതിൻ്റെ ചെറിയൊരു പ്രതിഷേധം. ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമല്ലേ? എന്ന് വെച്ച് ആരോപണം ഉയർന്ന ഉടനെ ഉന്നയിക്കപ്പെട്ട ആൾ പ്രതിഷേധക്കാർക്ക് മുമ്പിൽ കീഴടക്കുമോ? ഇല്ല, നമ്മൾ അങ്ങനെ തന്നെയാണ്. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല. അതൊരു സത്യം തന്നെയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കേട്ടല്ലോ? വരുൺ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ അവൻ്റെ മാറിലേക്ക് ചഞ്ഞു. അവനവളെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഭക്ഷണവുമായി നിൽക്കുന്ന അനന്തു. വരുണിനെ കണ്ട് അവനാകെ അന്തം വിട്ടു നിന്നു. നീയായിരുന്നു? പേടിപ്പിച്ച് കളഞ്ഞോടാ, വരുൺ ആശ്വാസത്തോടെ പറഞ്ഞു. പേടിപ്പിക്കാൻ. അനന്ത് ഭക്ഷണം മേശമേൽ വെച്ച് വാതിലടച്ചു. പിന്നെ അവരുടെ അരികിലേക്ക് വന്നു. നിന്നെ എന്തിനാണ് ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ വന്നിട്ട് അത്രയ്ക്ക് കൊതിയായോ? അനന്ത് കോപത്തോട് ചോദിച്ചു. ചൂടാവാതെടാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇവളെക്കുറിച്ച് ഓർത്ത് മനസ്സ് വല്ലാത്ത നീറ്റിലായിരുന്നു. ഒന്ന് കാണാൻ വന്നതാടാ, വരുൺ പറഞ്ഞു. ഇത് വീട്ടിലുള്ള വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നിനക്ക് പിന്നെ എന്നേക്കുമായി ഉറങ്ങുമായിരുന്നു. എല്ലാവരും കൂടി നിന്നെ വെട്ടിയരിഞ്ഞേനെ. ആയിക്കോട്ടെ, എനിക്ക് പേടിയില്ല. എൻ്റെ പ്രണയത്തിന് വേണ്ടിയല്ലേ. ആനന്ദമൊന്നും വല്ലാതായി. വരുൺ, തമാശ പറഞ്ഞതല്ലടാ. ഇന്ന് തന്നെ ഉണ്ടായത് ഉറപ്പോൾ വിനയനങ്ങൾ ഒരു നിമിഷം വരാൻ വൈകിയിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അനന്ത് ഭീതിയോടെ പറഞ്ഞു. ഇല്ലടാ, എനിക്ക് വേണ്ടി കരയാനും കാത്തിരിക്കാനും ഇവളുള്ളപ്പോൾ എനിക്കൊന്നും വരില്ല, വരുൺ പറഞ്ഞു. അതുപോട്ടെ, നീ എങ്ങനെ ഇതിനകത്തേറി? വരുൺ അവനെ നോക്കി കുസൃതി ചിരിച്ചു. അതോ, മതിൽ ചാടി കോമ്പൗണ്ടിൽ കയറി. അടുക്കള വശത്ത് വന്നപ്പോൾ അവിടെ ആരുമില്ല. ജാനുവടുത്ത അടുക്കളയിൽ നല്ല ജോലി തിരക്കിലും അവളുടെ കണ്ണുട്ടിച്ച് അകത്ത് കയറി. കോണിപ്പടിയിലൂടെ ഇവിടെ എത്തി. ഇവളുടെ മുറി എനിക്കറിയാലോ. ഓ, അതൊക്കെ. അല്ല, നീ ഇങ്ങനെ പൂട്ട് തുറന്ന് ഇത് അച്ഛൻ പുറത്തുനിന്ന് പൂട്ടിയതാണല്ലോ. പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സ്ലൈഡ് എടുത്ത് കാണിച്ചു. ശിഖയുടെ സ്ലൈഡാ, വീട്ടിൽ നിന്ന് എടുത്ത് പോക്കറ്റിലിട്ടിരുന്നു. ഒരു ഊഹം ഉണ്ടായിരുന്നു. അനന്ത് വായും പൊളിച്ച് അവനെ നോക്കി. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും ഇനി ഇങ്ങനെയുള്ള സാഹസങ്ങളൊന്നും വേണ്ട. പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വേഗം സ്ഥലം കാലിയാക്കിയാട്ടെ, അനന്ത് പറഞ്ഞു. വരുണും വേണിയും വിഷമത്തോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് ആരോ ചുമക്കുന്ന ശബ്ദം കേട്ടു. മൂവരും ഒരുപോലെ ഞെട്ടി. അയ്യോ, അച്ഛൻ! അനന്ത് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് പണി മേടിക്കാതെ ഇടയ്ക്ക് ഇങ്ങ് വാടാ. അനന്ത് അവൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഓടി. വേണി വിഷമത്തോടെ അവരെ നോക്കി അവിടെ തന്നെ നിന്നു. വരാന്തയിൽ തൂണും ചാരിയിരുന്ന് ഓരോന്ന് ആലോചിച്ച് കരയുകയായിരുന്നു അനു. ശിഖയും സീതയും സുതയും അവിടേക്ക് വന്നു. അനുവിൻ്റെ ഇരിപ്പ് കണ്ട് മൂവരും പരസ്പരം നോക്കി. മോളെ അനു. സീതയുടെ വിളി കേട്ട് അവൾ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. വേഗം കണ്ണ് തുടച്ച് അവരെ നോക്കി. എന്താ വിളിച്ചത്? മോള് കരയായിരുന്നു. അവളൊന്ന് പതറി. ഞാൻ ഓരോന്നോർത്ത് അവിടെ ഇരുന്ന് പോയതാ. അല്ല, സമയം കുറേയില്ലേ. അവൻ മരുന്ന് കഴിച്ചോ? സുധ മക്കളെ സൂക്ഷിച്ചു പോയി. അവൾ മുഖം കൊടുക്കാതെ നിന്നു. എനിക്കറിയാം കഴിച്ചു കാണില്ലെന്ന്, ഞാൻ എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ച് അകത്തേക്ക് നടന്നു. മൂവരും സങ്കടത്തോടെ അവളെ നോക്കി. പാവം ചേച്ചി, ഒരുപാട് സങ്കടമുണ്ടെന്ന് തോന്നുന്നു, ശിഖ പറഞ്ഞു. വരുണേട്ടൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് വരുണേട്ടന് അനുചേച്ചി ഇഷ്ടമാണെന്നാണ്. അനുചേച്ചി അങ്ങനെ തന്നെ ആയിരിക്കും കരുതിയിട്ടുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമുള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ, സീത നെടുവീർപ്പോടെ പറഞ്ഞു.
എല്ലാം നല്ല രീതിയിലൊന്ന് കലങ്ങിത്തെളിഞ്ഞാൽ മതിയായിരുന്നു. സുധ ആദിയോട് പറഞ്ഞു. എല്ലാം കേട്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു വിനയൻ. അയാൾ മുഖം കുഴിച്ച് തിരിഞ്ഞു നടന്നു. വരുൺ ഗേറ്റ് കിടന്ന് സന്തോഷത്തോടെ മുറ്റത്തേക്ക് വന്നു. തറവാട്ടിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞിരിക്കുന്നു. അത് കണ്ട് അവനൊന്ന് അമ്പരന്നു. ഇതെന്താ വെട്ടവും വെളിച്ചൊന്നുമില്ലാത്ത, എല്ലാവരും ഉറങ്ങിയോ? അവൻ വരാന്തയിലേക്ക് കയറിയതും ചുറ്റും ലൈറ്റ് തെളിഞ്ഞു. അവനൊന്ന് ഞെട്ടി. പൂമുഖത്ത് തന്നെ നിരന്നു നിൽക്കുന്നു എല്ലാവരും. നീ ഇതെവിടെയായിരുന്നു ഇത്തിരി നേരം? വിനയൻ കോപത്തോട് ചോദിച്ചു. അത് ഞാൻ വായനശാലയിൽ, അവൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. വിനയന് കോപം വരച്ചു കയറി. അയാൾ മകനെ അടിക്കാനായി കൈയൂങ്ങി. വിനയ വേണ്ട, നീലകണ്ഠൻ തടഞ്ഞു. വിനയൻ കൈ താഴ്ത്തി. വരുൺ, ചെയ്തത് തെറ്റാണെങ്കിൽ പോലും സത്യം സത്യമായി തന്നെ പറയണം. വരുൺ ഒന്ന് പകച്ചുകൊണ്ട് അവരെ നോക്കി. എവിടെ പോയതാ നീ? അത് വേണിയെ കാണാൻ പോയതാ, വരുൺ പറഞ്ഞു. വിനയൻ കോപത്തോടെ അവൻ്റെ കവിളിൽ അടിച്ചു. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ല അല്ലേ? ഞങ്ങളുടെ വാക്കിന് നിനക്ക് പുല്ല് വില പോലും ഇല്ല അല്ലേ? വിനയൻ ദേഷ്യത്തോട് ചോദിച്ചു. അച്ഛൻ്റെ വാക്കിന് വില കൽപ്പിക്കാഞ്ഞിട്ടല്ല, എല്ലാം അറിഞ്ഞപ്പോൾ വേണി ഒന്ന് കാണണമെന്ന് തോന്നി. അവരെല്ലാവരും കൂടി അവളെ എന്ത് ചെയ്തതെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നു, അതുകൊണ്ട് പോയതാ, വരുൺ പറഞ്ഞു. വരുൺ, നിന്നോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവളെ അങ്ങ് മറന്നു കളയാൻ. പറ്റില്ല അച്ഛ. അമ്മ മരിച്ചിട്ട് വർഷം ഇത്രയായിട്ടും അമ്മയെ മറക്കാൻ അച്ഛന് സാധിച്ചു ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാനും. എന്തൊക്കെ വന്നാലും ഈ വരുണിൻ്റെ മനസ്സിൽ നിന്ന് വേണി എന്ന പേര് മാഞ്ഞു പോവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നിൻ്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. കൊടക്കട ഇവിടുന്ന്, വിനയൻ ദേഷ്യത്തോട് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഏട്ടാ, എന്നെ എന്തൊക്കെയാ പറയുന്നത്? അവൻ സുധ പറയാനൊരുങ്ങിയതും വിനയൻ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, ആരും ഇക്കാര്യത്തിൽ ഒന്നും പറയണ്ട. പൂമംഗലത്തിൻ്റെ ആജന്മ ശത്രുക്കളായ തേവർ മഠത്തിലെ പെണ്ണിനെ പ്രണയിച്ച ഇവന് ഇനി ഇവിടെ സ്ഥാനമില്ല. ഇറങ്ങി പോടാ, വിനയൻ വേദന കടിച്ചമർത്തി ദേഷ്യത്തോട് പറഞ്ഞു. വരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി പതിയെ ഇരുളിലേക്ക് നടന്നു. പോട്ടെ പോട്ടെ, അവൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ. കണ്ണുകൾ തുറച്ചുകൊണ്ട് വിനയൻ അകത്തേക്ക് നടന്നു. എല്ലാവരും വിശന്നു അത്തോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. തുടരും.